എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ട ചില കാര്യങ്ങൾ ഇവിടെ ഞാൻ ഓർത്തു പോവുകയാണ്. അതിൽ പ്രധാനമായത് കോവിഡ് മരണങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി ഇന്ത്യ ഗവൺമെൻറ് അപ്പോൾ അറിയിച്ചുകൊണ്ടിരുന്നത് കേരളമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൃത്യമായ റിപ്പോർട്ടുകൾ കിട്ടിയില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് നീതി ആയോഗാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒട്ടേറെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തിയായിട്ടുണ്ട്. കേരള നുണയാണ് എന്നുള്ള രീതിയിൽ. വസ്തുത എന്താണ് എന്നറിയണമെങ്കിൽ അക്കാലത്ത് വാർഡുകളിൽ നടന്നിരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു വാർഡിൽ അത്രയും പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കേരളത്തിലൊട്ടാകെയുള്ള വാർഡുകളിൽ അതേപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വാർഡിൽ നടന്ന പ്രവർത്തനം എന്താണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ വാർഡിൽ വാർഡ് മെമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ആശാ വർക്കർ, എന്നെപ്പോലുള്ള സന്നദ്ധ പ്രവർത്തകർ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു സ്ഥലത്ത് ഇരിക്കുകയല്ല, ചേർന്നിരുന്ന് ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 12 എണ്ണം രൂപീകരിച്ചു. 12 വാട്സാപ്പ് ഗ്രൂപ്പുകൾ എങ്ങനെയായിരുന്നു രൂപീകരിച്ചതെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ പ്രദേശത്തെ ഞങ്ങൾ 8 ഭാഗമായിട്ട് വിഭജിച്ചു. അതിങ്ങനെയാണ്: സ്പിൽവേക്ക് പടിഞ്ഞാറ്, ലൈറ്റ് ഹൗസിന് വടക്ക്, ലൈറ്റ് ഹൗസിന് തെക്ക്, മെയിൻ റോഡിന് തെക്ക്, ചാലിങ്കൽ തെക്ക്, സുനാമി കോളനി, ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ പരിസരം, മുതുകെ എന്നിങ്ങനെയാണ് 8 ഗ്രൂപ്പായിട്ട് ഞങ്ങൾ തിരിച്ചത്. അതിന് ഓരോന്നിനും ആ പ്രദേശത്തുള്ള കൂടി വന്നാൽ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ചുരുങ്ങിയാലും 50-60 വീടുകളെ കാണും. ആ രീതിയിലാണ് അത് തിരിച്ചിരുന്നത്. അതിൽ നിന്ന് കൊള്ളാവുന്ന ഒരു കൺവീനറെ വെച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ഇതിന് പുറമെ വാർഡ് ജാഗ്രതാ സമിതിയുടെ ഒരു ഗ്രൂപ്പുണ്ട്, പിന്നെ RRTമാരുടെ ഒരു ഗ്രൂപ്പുണ്ട്, കോവിഡ് ബ്രിഗേഡിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, കൊറോണ വാരിയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ പൊതുവായിട്ടുള്ള 4 ഗ്രൂപ്പുകളും 8 പ്രാദേശിക ഗ്രൂപ്പുകളും ഉണ്ടാക്കിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ വീടാന്തരവും കയറി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു രീതിയല്ല. വാട്സാപ്പ് ഗ്രൂപ്പിലെ ആ പ്രദേശത്തെ മുഴുവൻ, ഉദാഹരണത്തിന് സ്പിൽവേക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഏകദേശം 50-45 വീടേ ഉള്ളൂ. അപ്പം ആ വീടുകളിലുള്ള ഒരാൾ വിചാരിച്ചാൽ ബാക്കിയുള്ള എല്ലാ വീടുകളിലെയും ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ആ ഫോൺ നമ്പറുകളിൽ 1, 2, 3, 4 അല്ലെങ്കിൽ കൂടുതലോ ഒക്കെ വാട്സാപ്പ് നമ്പറുകളും കാണും. അപ്പോൾ ആ വാട്സാപ്പ് നമ്പറുകളാണ് നമ്മുടെ ഗ്രൂപ്പിൽ ചേർത്തിരുന്നത്. അവർ മറ്റ് ഫോണുകളിൽ സംസാരിച്ചുകൊണ്ട് മറ്റ് ആളുകളെയൊക്കെ സംഘടിപ്പിക്കണം. ഇതിന് പുറമെ വാർഡ് ജാഗ്രതാ സമിതി ഉണ്ടായിരുന്നു. ആ ജാഗ്രതാ സമിതിയുടെ കൺവീനർ എന്ന് പറയുന്നത് ഞങ്ങളുടെ മെമ്പർ തന്നെയാണ്. മെമ്പറാണ് വാർഡ് ജാഗ്രതാ സമിതിയുടെ കൺവീനറായിരുന്നത്. അതുപോലെ തന്നെ കൊറോണ വാരിയേഴ്സ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഗ്രൂപ്പിൻ്റെ കൺവീനറായിരുന്നത് ഞങ്ങളുടെ ആശാ വർക്കർ തന്നെയാണ്. ആശാ വർക്കർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബിന്ദു എന്ന ഞങ്ങളുടെ ആശാ വർക്കർ. അപ്പോൾ അത്രയും പേരെ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് വലിയൊരു മാറ്റമാണ് ഞങ്ങൾക്കുണ്ടാക്കാനായിട്ട് പറ്റിയത്. കൊറോണ വാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും അവരെ വിളിക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് നമുക്ക് വീട് ക്ലീൻ ചെയ്യണം, പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കണം, പൊതുസ്ഥലങ്ങളിൽ നമുക്ക് കൈകഴുകൽ കേന്ദ്രങ്ങൾ വേണം, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അവയ്ക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ഗ്രൂപ്പിനെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അതിൽ 23 പേരുണ്ടായിരുന്നു. 23 പേരും ഒരുപോലെ പ്രവർത്തനത്തിനെതിരായിരുന്നു എന്ന് അവകാശപ്പെടുന്നില്ല. എന്നാൽ അവർക്ക് ചെയ്യാവുന്നതിന് പരമാവധി അവർ അത് ചെയ്തിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം
ഈ RRTമാരുടെ ചുമതലകൾ എന്താണ് എന്ന് അവരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അവർ മാത്രം ഒരു ഗ്രൂപ്പുണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ ഞാനും വാർഡ് മെമ്പറും അതുപോലെ ബന്ധുവും വരുന്നു. എന്നിട്ട് അവരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുക്കുന്നു. അതിന് ഐസൊലേഷൻ ഉണ്ടായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ അവരെ കണ്ടെത്തിയിട്ട് അവരെ ഐസൊലേറ്റ് ചെയ്യണം. അവർ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നു. 4-5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ കൂടുതൽ സമയവും നമ്മൾ ലോക്ക്ഡൗണിലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾക്കൊരു ക്വാറൻറ്റൈൻ കിട്ടുകയാണ്. ആ ക്വാറൻറ്റൈൻ പീരീഡ് 7 ദിവസം തന്നെ വീട്ടിലിരുന്നാൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകുമോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ 7 ദിവസം ആരും വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ കോവിഡ് പോസിറ്റീവായവരുടെ ലിസ്റ്റുകൾ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഗവൺമെൻറ് ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിലൊന്ന് കോവിഡ് സെൻറ്റിനൽ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിരുന്നു. അതൊരു അധ്യാപകനാവാം, വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥരാകാം. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ കോവിഡ് സെൻറ്റിനെ കൂടി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേർത്തു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം അദ്ദേഹം ഞങ്ങളോട് പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കോവിഡ് സെൻറ്റിനൽ എന്ന് പറയുന്ന ആൾ അതൊരു അധ്യാപകനാണ്, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. പിന്നെ വാക്സിനേഷൻ കണ്ടുപിടിച്ചതോടുകൂടി അതിൻ്റെ ഒരു മുൻഗണനാ ലിസ്റ്റ്, എന്താണ് മുൻഗണനാ ലിസ്റ്റ് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് എല്ലാവരും കൂടി ഒന്നിച്ച് വാക്സിനേഷൻ എടുക്കുകയല്ല. അതിൻ്റെ ലിസ്റ്റിൽ മത്സ്യവ്യാപാരികൾ, പച്ചക്കറി കച്ചവടക്കാർ, അങ്ങനെയുള്ള കുറേ അധികം ആളുകളെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ മുൻഗണനാ ലിസ്റ്റ് 32 തരം ആളുകളുണ്ടായിരുന്നു. 32. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഞാൻ പറഞ്ഞത്, പച്ചക്കറി കച്ചവടക്കാർ, അതുപോലുള്ള ആളുകൾ. ഇതിൻ്റെ ഇടയ്ക്ക് വളരെ വിഭ്രമജനകമായൊരു ഒരു വാർത്ത വന്നു. അതെന്താണെന്ന് വെച്ചെന്നാൽ ഉത്തർപ്രദേശിലെ 3 മന്ത്രിമാർ കോവിഡ് ബാധിച്ച് മരിച്ചു എന്നാണ്. അതായത് UP-യിലെ ഒരു മന്ത്രി വിജയ് കശ്യപ് 19/5/21 മരിക്കുന്നു. അയാൾക്ക് 58 വയസ്സുണ്ടായിരുന്നു. കമൽ റാണി വരുൺ അദ്ദേഹം മരിക്കുന്നു. ചേതൻ ചൗഹാൻ അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് വളരെയധികം പ്രയാസമാണ് ഉണ്ടായത്. പിന്നെ ഇത് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ഓരോ ഗ്രൂപ്പിലെയും, ഗ്രൂപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ലസ്റ്റർ, ഇപ്പോൾ മെയിൻ റോഡിന് തെക്ക് എന്ന് പറഞ്ഞ ക്ലസ്റ്ററിൽ അവിടെയുള്ള ഗ്രൂപ്പിലുള്ള ആളുടെ ജോലി എന്താണ്? കൽവീര. അദ്ദേഹം എല്ലാ ദിവസവും എല്ലാ വീടുമായിട്ട് ബന്ധപ്പെടുന്നു. ഒരു ഫോണുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ വിളിച്ച് കാര്യം പറയുന്നു. ആ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം, എന്താണ് പ്രശ്നങ്ങൾ എന്ന് അന്വേഷിക്കുന്നു. അന്വേഷിച്ച് കിട്ടിയ വിവരങ്ങൾ ഉടനെ തന്നെ വാർഡ് ജാഗ്രതാ സമിതിയെ അറിയിക്കുന്നു. വാർഡ് ജാഗ്രതാ സമിതിയിലെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ വാർഡിലെ ആശാ വർക്കറും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടിയാണ് അന്ന് നടന്നിരുന്നത്. ഞാൻ എഴുതി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ചില പേജുകളിലൊന്നുമില്ല. 6/6/21 3 മണിക്ക് ഞങ്ങൾ കോവിഡ് പ്രതിരോധ ജാഗ്രതാ പ്രവർത്തനം എന്തിന് എങ്ങനെ എന്ന് 3 മണിക്ക് എല്ലാ വീടുകളിലും ഉള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് വീഡിയോകൾ അയച്ചിരുന്നു. 14/10/20 ആദ്യമായിട്ട് ഞങ്ങളുടെ ഇവിടെ കോവിഡ് സെൻറ്റിനൽ വന്നത്. അപ്പോൾ കോവിഡ് സെൻറ്റിനൽ ആരാണെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പഞ്ചായത്തിൽ നിന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അവരെ ഉടനെ തന്നെ ഞങ്ങൾ വിളിച്ച് സംസാരിക്കുന്നു, അവർക്ക് വിവരങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്രവർത്തനമാണ് ഉണ്ടായത്.
ആദ്യമായിട്ടൊരു രോഗി ഉണ്ടായത് 19/10/20 പഞ്ചായത്തിലെ ആദ്യത്തെ കോവിഡ് മരണം എന്ന് പറയുന്നത് ചാലുങ്കൽ ചക്രവാണിയായിരുന്നു. മരണം നടന്നാൽ ഞങ്ങളുടെ വാർഡിൽ ആദ്യത്തെ മരണം അത് കോവിഡ് മരണമല്ല, ഒരു അപകട മരണമാണ്. ഡ്രൈവറായിരുന്നു, സുമേഷ് മരിച്ചു. അപ്പോൾ മരണം നടന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവിടത്തേക്ക് ആളുകൾ ഓടിക്കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ ആളുകൾ ഓടിക്കൂടാതിരിക്കുന്നതിനും അവരെ നിയന്ത്രിക്കുന്നതിനുമായിട്ട് ഞങ്ങൾ വീടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ നിർത്തി. ഒരാൾ പോയി കഴിഞ്ഞ് അയാൾ മാസ്ക് വെച്ചിട്ടുണ്ടെന്നും കൈകൾ കഴുകിയിട്ടുണ്ടെന്നും ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ടാണ് നടക്കുന്നതെന്നും അങ്ങനെ SMS പാലിക്കുന്നു. സേഫ് ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ മാസ്ക് ധരിച്ചിട്ടുണ്ട്, അതുപോലെ കൈകൾ കഴുകുന്നുണ്ട്. കൈ കഴുകുന്ന വെള്ളം വെച്ചിട്ട് സോപ്പുണ്ട്, അത് കഴുകിയിട്ടാണ് ഒരാൾ പോകുന്നത്. അപ്പോൾ ഒരാൾ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അയാൾ പോയി മൃതദേഹം കണ്ടതിന് ശേഷം തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. തിരിച്ചു പോരുമ്പോൾ മാത്രമേ നമ്മൾ അടുത്ത ആളിനെ കടത്തി വിടുമായിരുന്നുള്ളൂ. പിന്നെ അത് അങ്ങനെ മരണം നടന്ന സുമേഷാണ്. അത് നമ്മുടെ വടക്കേ പാലത്തിൻ്റെ, അതായത് ലൈറ്റ് ഹൗസിൻ്റെ വടക്ക് വശത്താണ് ആദ്യത്തെ മരണം നടക്കുന്നത്. ആദ്യത്തെ സെക്ടർ മജിസ്ട്രേറ്റായിട്ട് വന്നത് PR അനിത എന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് ഒരു കാറുണ്ട്, കാറിൽ ഇങ്ങനെ നടക്കുമ്പോൾ എവിടെയൊക്കെയാണോ അപാകതകൾ ആളുകൾ കൂടി നിൽക്കുന്നത്, ക്രൗഡിങ് കാണിക്കുന്നത്, അവിടെ വണ്ടി നിർത്തിയിട്ട് അവർക്ക് ശിക്ഷ വിധിക്കും. അങ്ങനെ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയോ അതുപോലുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ പല മുദ്രാവാക്യങ്ങളും ഞങ്ങൾ വാർഡിൻ്റെ നാനാഭാഗങ്ങളിൽ എഴുതി വച്ചിരുന്നു. അത് ബ്രേക്ക് ദ ചെയിൻ. ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ആളുകൾ രോഗികളായിട്ട് വരികയല്ല. നമ്മൾ ഒരു രോഗി ഉണ്ടായ ആ രോഗിയെ നമ്മൾ ഉടനെ തന്നെ ക്വാറൻറ്റൈനിലാക്കും, അയാളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കും. അങ്ങനെ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്നത് വഴിയാണ്. പിന്നെ തുപ്പല്ലേ തോറ്റുപോകും എന്ന് പറഞ്ഞ് റോഡിലെല്ലാം എഴുതി വയ്ക്കുക, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. സാമൂഹ്യ അടുക്കള പ്രവർത്തിപ്പിച്ചിരുന്നു. സാമൂഹ്യ അടുക്കള എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിപ്പിച്ചത്. അവിടുന്ന് ഈ രോഗികളുടെ വീട്, രോഗികൾ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത ഒരുപാട് പേര് ഞങ്ങളുടെ നാട്ടിലുണ്ട്. അതായത് വളരെ പാവപ്പെട്ട അന്നന്ന് ജോലി ചെയ്തിട്ട് ജീവിക്കുന്നവരായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ ആഹാരം എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ പഞ്ചായത്ത് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ അത് വളരെ ഭംഗിയായിട്ട് അങ്ങ് നടന്നു. കൊറോണ കാലത്തെ ആദ്യത്തെ മരണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ വാർഡിൽ ആകെ മരിച്ചത് 9 പേരാണ്. 9 പേരെന്ന് പറഞ്ഞാൽ മരിച്ചത് എല്ലാവരും കോവിഡ് രോഗികളായിരുന്നില്ല. ഒരാൾ അപകടത്തിലാണ് മരിച്ചത്, അതാണ് ആദ്യത്തെ മരണം. പിന്നെ 2 രവീന്ദ്രൻ, അങ്ങനെ ഒരാൾ മരിച്ചു. സുമിത്ര പുരുഷോത്തമൻ, ബേബി സന്തോഷ് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുടെ ബ്രദർ തന്നെയായിരുന്നു. അദ്ദേഹം കോവിഡ് വന്നാണ് മരിച്ചത്. മരിച്ചിട്ട് പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് സാധിക്കാതെ വന്നു. പോസ്റ്റ്മോർട്ടം നടത്തുക എന്ന് പറയുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ തുറവൂര് താലൂക്ക് ഓഫീസിലെ താലൂക്ക് ആശുപത്രിയിൽ സൗകര്യമില്ലായിട്ട് അരൂക്കുറ്റിയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം അവിടെ തന്നെയുള്ള ശ്മശാനത്തിൽ ദഹിപ്പിച്ചിട്ട് പോരുകയാണ് ചെയ്തത്. അതൊക്കെ എന്തുമാത്രം പ്രയാസം ഉണ്ടാക്കിയ സംഭവങ്ങളാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സഹോദരിമാരുണ്ട്, ഞങ്ങൾ നാട്ടുകാർ ധാരാളമുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാനോ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി ഏൽപ്പിക്കാനോ ആർക്കും സാധിച്ചില്ല. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻ്റെ പീരീഡായിരുന്നു അത്. പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ കൊറോണ കാലത്താണ് ഒരു ആത്മഹത്യ ഉണ്ടായത്, ഒരു കുട്ടിയുടെ ആത്മഹത്യ ഉണ്ടായി. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് KV ശശിധരൻ മരിച്ചത് കൊറോണ കാലത്താണ്. അത് കൊറോണ വന്ന് തന്നെയാണ് അദ്ദേഹം മരിച്ചത്. ഇങ്ങനെ പറയുകയാണ് ഞങ്ങളുടെ നാട്ടിൽ 9 മരണങ്ങളുണ്ടായി. അതിൻ്റെ അകത്ത് 3 മരണങ്ങൾ മാത്രമാണ് കോവിഡ് അല്ലാത്തത്. ബാക്കിയെല്ലാം നടന്നെങ്കിലും
ഈ നടന്ന മരണങ്ങൾ വീട്ടിലേക്ക് ആളുകളുടെ പ്രവാഹം ഉണ്ടാകാത്ത വിധത്തിൽ നമ്മുടെ പിന്നെ എന്താ പറയണ്ടേ ഞങ്ങളുടെ ബിന്ദു, അതായത് ഞങ്ങളുടെ ആശാവർക്കറെ കൂടി എടുത്ത് പ്രത്യേകം പറയണം. കാരണം അത്രയ്ക്ക് നല്ല പ്രവർത്തനമാണ് അവർ നടത്തിയത് ആ കാലത്ത്. അത് വളരെ കാര്യക്ഷമമായൊരു പ്രവർത്തനമായിരുന്നു. പിന്നെ എന്താ സംഭവിക്കുന്നത്, ഒരാളുടെ ഒരു അസ്വസ്ഥത ഉണ്ടായി, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഉടനെ തന്നെ അവർ നമ്മളെ ഫോൺ ചെയ്ത് പറയും ഇന്നതുപോലെയാണെന്ന്. ഉടനെ തന്നെ നമ്മൾ പഞ്ചായത്തിൽ അറിയിക്കുമ്പോൾ അവിടെ നിന്ന് വാൻ വരും. ആ വാൻ വന്നാൽ ആ വാനിൽ നമ്മളുടെ ആളുകൾ ആരെങ്കിലും പിന്നെ ആ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് പോയി നിന്നിട്ട് ആ വീട്ടിലേക്ക് അതിൻ്റെ അകത്തുള്ള എന്താ തന്നെ പറയുന്നത് പിന്നെ ആളിനെ കിടത്തിക്കൊണ്ട് പോകത്തക്ക രീതിയിലുള്ള സ്ട്രെച്ചറുമായിട്ട് അവർ പിന്നെ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് അവരങ്ങ് പോകും. അവിടെ ചെന്ന് 2 പേരുണ്ടാവും, വാനിൽ തന്നെ 2 പേരുണ്ട്. അവർ പോയി എടുത്ത് കൊണ്ടുവന്ന് നേരെ കൊണ്ടുപോകുന്നു. അങ്ങനെ 5-6 പേരെ കൊണ്ടുപോകേണ്ടി വന്നു. അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവരെ അറിയിക്കുന്നു പഞ്ചായത്തിൽ നിന്ന് ഉടനെ തന്നെ. അവിടെ മഹേഷ് എന്ന് പറയുന്നൊരു പഞ്ചായത്ത് മെമ്പറാണ്. മഹേഷ് വാഹനം എടുത്തുകൊണ്ട് പെട്ടെന്ന് വരികയാണ്, വന്ന് ആളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുക എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് നല്ല ധൈര്യമായിരുന്നു. അദ്ദേഹം എല്ലാവരെയും തക്ക സമയത്ത് തന്നെ ക്വാറൻറ്റൈൻ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ സ്കൂളുകളൊക്കെയാണ് എടുത്തിരുന്നത്, അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ട് പോരുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങളുടെ വാർഡ് വളരെ ഭംഗിയായിട്ട് നടന്നിരുന്നു. ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചെന്നാൽ, ഇങ്ങനെ നമ്മൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിട്ട് പോലും ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേരളത്തിൽ യാതൊരു പ്രവർത്തനവും നടന്നില്ലെന്നാണ്. അത് അവർക്കെങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവരാ പ്രവർത്തനങ്ങളൊന്നും കണ്ടില്ല. എങ്ങനെ കാണാനാണ്? വീടിനകത്ത് അടച്ചുറപ്പുള്ള വീട്ടിൽ കുത്തിയിരുന്നാൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുകയില്ല. അങ്ങനെ ഇരുന്നവരാരായിരിക്കും എന്നുകൂടി ആലോചിച്ച് നോക്കൂ. ഈ ഗവൺമെൻറ്റിന് ഒരു വിധത്തിലുള്ള സഹായവും ചെയ്തു കൊടുക്കരുത് എന്ന് നിർബന്ധമുള്ള ആളുകളായിരുന്നിരിക്കും അങ്ങനെ ഇരുന്നിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഞാൻ പറയുന്നു, കൊറോണ കാലത്ത് സന്ധിയില്ലാത്ത സമരമാണ് ഞങ്ങൾ നടത്തിയത്. അത് കഴിഞ്ഞ് വാക്സിനേഷൻ്റെ രജിസ്ട്രേഷൻ വന്നപ്പോൾ ഏതാണ്ട് വാർഡിലെ എല്ലാവരെയും രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞ ഒരു വാർഡാണിത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലെ ആളുകൾ അവരുടെ ഗ്രൂപ്പിലുള്ള വീടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഴുവൻ പേരെയും രജിസ്റ്റർ ചെയ്യുകയും ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ്, തേർഡ് ഡോസ് വരെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ടും പറ്റി. അങ്ങനെ കൊടുക്കുക, അവരുടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൊടുക്കുക, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ വാർഡിൽ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ കോവിഡ് മരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വാർഡിലെ കാര്യം, അത്രയും പേരുടെ മരണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൊറോണ വന്ന് മരിക്കാത്ത ആളുകൾ, കൊറോണ വന്ന് മരിച്ച ആളുകൾ അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് കൃത്യമായി പിന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പിൽ എത്തുകയും അതുവഴി കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ വാർഡിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് എൻ്റെ മറുപടി. എന്തുകൊണ്ട്? നിഷ്ക്രിയമായ വാർഡാണെങ്കിൽ പോലും അവിടെ ആക്റ്റീവായ ഒരു 3-4 പേരുണ്ട്. അവരുടെ പേരാണ് വാർഡ് മെമ്പർ, അവരുടെ പേരാണ് ആശാ വർക്കർ, അതുപോലെ ജാഗ്രതാ സമിതിയുടെ കൺവീനർ, അങ്ങനെയുള്ളവരെല്ലാവരും ഉണ്ട്. അവർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഒരു കാര്യം കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ കോവിഡ് സെൻറ്റിനൽ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിന് ഒരാൾ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ എല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ചില കോവിഡ് സെൻറ്റർമാർക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അവർക്ക് ഞങ്ങൾ തന്നെയാണ് വാർഡിലെ കാര്യങ്ങൾ എന്താണ് നിങ്ങൾ അവിടെ ചെന്നാൽ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്ന പ്രവർത്തനം ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ. അതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ നിന്ന് മരണസംഖ്യ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് പറയേണ്ടി വന്നത്, കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കാര്യമായിട്ടൊന്നും തന്നെ മരണസംഖ്യ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നവർ പറഞ്ഞത് വളരെ വാസ്തവമാണ്. അതിനാരും അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല.
അത് കൃത്യമായിട്ട് പറയുകയാണ്. എനിക്ക് പേഴ്സണലായിട്ടൊരു നഷ്ടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം വീടിനകത്ത് കുത്തിയിരുന്നപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എനിക്ക് 1-2 പുസ്തകങ്ങൾ എഴുതാമായിരുന്നു. അതിനുള്ള മാറ്റേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറ്റില്ല. ഞാൻ ഫുൾ ടൈം, അതായത് രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയാൽ ഈ ഫോണും എടുത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് എല്ലാവരുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, കേരളത്തിൽ നടന്ന പ്രവർത്തനം എന്ന് പറയുന്നത് എന്തായാലും പറയേണ്ടത്, അതിനെക്കുറിച്ച് അനുപമമാണ്. ഒന്നിനോടും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ചില കുസൃതിത്തരങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് അന്നത്തെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ പല ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നല്ലോ. അതിലെല്ലാം നാടൻ വൈദ്യന്മാർ ഒരുപാട് വിവരങ്ങളൊക്കെ വരും. അത് തന്നെ ആളുകൾ അങ്ങോട്ട് ചിലരൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അതുകൊണ്ടെന്താ, യാതൊരു കുഴപ്പമില്ലെന്ന്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് നടന്നിരുന്ന പ്രവർത്തനങ്ങളെന്ന് പറയുന്നു. നമ്മൾ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് നീതി ആയോഗ് നല്ല ഒരു പ്രവർത്തനം എന്നുള്ള കാഴ്ചപ്പാട് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം.